ആത്മീയമായി നന്നായി ജീവിക്കുന്നവരെ ലൗകികമായി ജീവിക്കുന്നവർ ദ്വേഷിക്കും, വെറുക്കും. അത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ മുമ്പിൽ ഹൃദയ പരമാർത്ഥതയോടുകൂടെയാണോ നീ ജീവിക്കുന്നത്? അത് നോക്കിയാൽ മതി. സത്യമൊക്കെ തെളിഞ്ഞു വരും. കുറച്ച് നാളത്തേക്ക് സത്യം മൂടപ്പെട്ട് കിടക്കുകയാണെങ്കിൽ പോലും സത്യം പുറത്തു വരും. സത്യം വെളിവാക്കപ്പെടും. സത്യം നിലനിൽക്കും. നുണകളൊക്കെ പൊളിയും. അതുകൊണ്ട് ഡോണ്ട് വറി. ഞാൻ സത്യത്തിൽ ജീവിച്ചിട്ട് എന്തെങ്ങനെ? ഡോണ്ട് വറി. സത്യം നിലനിൽക്കും. കർത്താവിൻ്റെ സമയത്ത് സത്യം വെളിവാകും. ഗോഡ് ഇസ് ഇൻ കൺട്രോൾ. ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കണം. ബാക്കിയെല്ലാം വിട്ടാലും ദൈവമുണ്ടല്ലോ. ദൈവത്തെ ആശ്രയിക്കണം. ദൈവത്തിൽ മുറുകെ പിടിക്കണം. വേറെ ഒന്നിലും മുറുകെ പിടിക്കണ്ട. എല്ലാം വിട്ടിട്ട് ദൈവത്തെ മുറുകെ പിടിക്കുന്നവൻ അവനാണ് ഭാഗ്യവാൻ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെ ദൈവത്തെ അന്വേഷിച്ച് സത്യദൈവത്തെ, ഏക സത്യദൈവത്തെ മുറുകെ പിടിക്കണം, ആശ്രയിക്കണം. വേറെ ആരെയും പിടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇത് നമുക്ക് പ്രാക്ടീസ് ആവണം. ലോകവും ലോകത്തിൻ്റെ കാര്യങ്ങളും മറ്റെല്ലാം വിട്ടിട്ട് ദൈവത്തെ പിടിക്കാൻ പഠിക്കണം. ദൈവത്തെ മുറുകെ പിടിക്കുക തന്നെ വേണം. അവരാണ് അവസാനം വരെ സഹിച്ചു നിൽക്കുക. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഈ വചനമൊക്കെ സീരിയസ് ആയിട്ട് എടുക്കണം. ഇനി എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചാൽ പോരാ.